സുപ്രഭാതം. നമ്മുടെ എല്ലാവരുടെയും പരീക്ഷയൊക്കെ കഴിഞ്ഞു അല്ലേ? എല്ലാവർക്കും എളുപ്പമുണ്ടായിരുന്നില്ലേ പരീക്ഷയൊക്കെ? ഇനി നമ്മുടെ ഫസ്റ്റ് ടൈം കഴിഞ്ഞു. അപ്പോൾ നമ്മളിനി പുതിയൊരു പാഠം എടുക്കാൻ പോവുകയാണ്. 6 പാഠം നമ്മൾ എടുത്തു കഴിഞ്ഞു. അടുത്ത പാഠം ആരുടെയാണെന്നറിയോ? ആരുടെയാണ്? APJ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥയായ അഗ്നിച്ചിറകുകളിലെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം ഇതുവരെ നമ്മൾ ഏതൊക്കെ പഠിച്ചു? വടക്കൻ പാട്ടിനെ പഠിച്ചു, അറബിക്കഥ പഠിച്ചു, കുമാരനാശാൻ്റെ പൂക്കാലം പഠിച്ചു അല്ലേ? ഒരുപാട് പലതരത്തിലുള്ള പാഠങ്ങൾ നമ്മൾ പഠിച്ചു. ഒരു മുത്തുമാല, പല നിറങ്ങളിലുള്ള മുത്തുകളെ കൊണ്ട് കോർത്ത ഒരു മാല. അതുപോലെ അതിലെന്താ, ഓരോ മുത്തിനും ഓരോ പ്രത്യേകതകളുണ്ട് അല്ലേ? അതുപോലെ ഓരോ നിറത്തിനും ഓരോ പ്രത്യേകതകളുണ്ട്. അതുപോലെ നമ്മുടെ ഓരോ പാഠങ്ങൾക്കും ഓരോ പ്രത്യേകതകളുണ്ട്. വടക്കൻ പാട്ടിനൊരു പ്രത്യേകത, കുമാരനാശാൻ്റെ പൂക്കാലത്തിനൊരു പ്രത്യേകതയുണ്ട്, അറബിക്കഥയ്ക്കും ഒരു പ്രത്യേകത ഉണ്ട് അല്ലേ? ഒക്കെ വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പാഠഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു ആത്മകഥയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആരുടെ ആത്മകഥയാണ്? APJയുടെ. അപ്പം എന്താ ഈ ആത്മകഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സ്വന്തം കഥ നമ്മൾ എഴുതുക, അതാണ് ആത്മകഥ അല്ലേ? മറ്റുള്ള കഥകളൊക്കെ നമ്മൾ ഓരോ നാടോടി കഥകൾ, പഞ്ചതന്ത്ര കഥകൾ, അതൊക്കെ ആരോ എഴുതിയിട്ടുള്ള കഥകളാണ് അല്ലേ? അപ്പോൾ ഇതങ്ങനെയല്ല. നമ്മൾ ചെറുപ്പത്തിൽ നമ്മുടെ സ്വന്തം കഥ അത് വളരെ സത്യസന്ധമായ രീതിയിൽ എഴുതിയിട്ട് അത് മറ്റുള്ളവർക്ക് വായിക്കത്തക്ക രീതിയിൽ അത് എഴുതുന്നതിനെയാണ് എന്ത് പറയുക? ആത്മകഥ എന്ന് പറയും. അപ്പോൾ APJയുടെ അഗ്നിച്ചിറകുകളിലെ ഒരു ഭാഗമാണ് നമുക്ക് അടുത്ത പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതിനു മുമ്പ് തന്നെ നമുക്ക് APJ കുറിച്ചിട്ടൊന്ന് അറിയണ്ടേ? ആരാണ് APJ എന്നൊക്കെ നമുക്കൊന്ന് അറിയണം അല്ലേ? അപ്പം എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോളൂ. ആരാണ് APJ, അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹം എന്നാണ് ജനിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാനൊന്ന് പറഞ്ഞു തരാം. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. നോക്കിക്കോളൂ. ഇന്ത്യയുടെ 11ാമത് രാഷ്ട്രപതിയായിരുന്നു അവുൽ പക്കീർ ജൈനുലബ്ദീൻ അബ്ദുൽ കലാം എന്ന APJ അബ്ദുൽ കലാം. 1931 ഒക്ടോബർ 15-നാണ് അദ്ദേഹം ജനിച്ചത്. പ്രശസ്തനായ മിസൈൽ സാങ്കേതിക വിദഗ്ധനും എഞ്ചിനീയറുമായിരുന്നു അദ്ദേഹം. തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ് അദ്ദേഹം ജനിച്ചത്. മിസൈൽ സാങ്കേതിക വിദ്യയിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ കണക്കിലെടുത്ത് ഇന്ത്യയുടെ മിസൈൽ മനുഷ്യനെന്ന് കലാമിനെ വിശേഷിപ്പിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് അഗ്നിച്ചിറകുകൾ. 2015 ജൂലൈ 27-ന് ഷില്ലോങ്ങിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ പ്രസംഗിക്കുന്നതിനിടെ ഉണ്ടായ ഹൃദയാഘാതത്തെ തുടർന്ന് അദ്ദേഹം മരണപ്പെട്ടു. ഇതാണ് APJ അബ്ദുൽ കലാമിനെ കുറിച്ച് നമുക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ. നിങ്ങൾ മനസ്സിൽ ഓർത്തിരിക്കേണ്ട ചില പോയിന്റുകളാണ് APJയെ കുറിച്ചിട്ടുള്ളതാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ പാഠത്തിലേക്ക് കടക്കാം. എന്താണ് പാഠത്തിൻ്റെ പേര്? നോക്കൂ, ഒരു വിദ്യാലയ കഥ. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തുണ്ടായിട്ടുള്ള ഒരു സംഭവമാണ് ഈ പാഠഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. നോക്കിക്കോളൂ, ജസ്റ്റ് തുടങ്ങി വെക്കുന്നേ ഉള്ളൂ. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നിവർത്തി വയ്ക്കുക. വായിക്കുമ്പോൾ വിരൽ വെച്ച് ശ്രദ്ധിച്ച്, ഞാൻ വായിക്കുന്നതിൻ്റെ കൂടെ വിരൽ നീക്കി കൊണ്ടുപോകണം. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. പാഠം 8, ഒരു വിദ്യാലയ കഥ. ഞാൻ രാമേശ്വരം എലിമെൻ്ററി സ്കൂളിൽ 5ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കാലം. കണ്ടോ, ഞാൻ എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ പറയുമ്പോൾ അത് സ്വന്തം കഥയാണ്, സ്വന്തം ആ അനുഭവത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. അപ്പം അദ്ദേഹം 5ാം ക്ലാസ്സിൽ രാമേശ്വരത്ത് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉണ്ടായ ഒരു സംഭവമാണിത്. ഞാൻ രാമേശ്വരം എലിമെൻ്ററി സ്കൂളിൽ 5ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കാലം. ഇപ്പോൾ രാമേശ്വരം എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലുള്ളൊരു സ്ഥലമാണ്. അവിടെയുള്ള ഒരു സ്കൂളിൽ 5ാം ക്ലാസ്, എലിമെൻ്ററി സ്കൂളിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉണ്ടായൊരു സംഭവം. രാമനാഥ ശാസ്ത്രിയായിരുന്നു എൻ്റെ ഏറ്റവും അടുത്ത ചങ്ങാതി. അപ്പോൾ അബ്ദുൽ കലാമിൻ്റെ അടുത്ത് എപ്പോഴും ഇരിക്കാറുള്ള ഒരു കുട്ടിയാണ് എന്ത്? രാമനാഥ ശാസ്ത്രി. എന്തായിരുന്നു കുട്ടിയുടെ പേര്? രാമനാഥ ശാസ്ത്രി. എൻ്റെ ഏറ്റവും അടുത്ത ചങ്ങാതിയായിരുന്നു. എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനും കൂടിയായിരുന്നു ഈ രാമനാഥ ശാസ്ത്രി. രാമേശ്വരം ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതനായ
പാക്ഷി ലക്ഷ്മണ ശാസ്ത്രിയുടെ പുത്രനായിരുന്നു രാമനാഥ ശാസ്ത്രി. അപ്പം ആരായിരുന്നു രാമനാഥ ശാസ്ത്രി? രാമേശ്വര ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതനായിട്ടുള്ള പാക്ഷി ലക്ഷ്മണ ശാസ്ത്രിയുടെ മകനായിരുന്നു ആര്? ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന ഈ രാമനാഥ ശാസ്ത്രി. ഞാൻ എന്നും രാമനാഥ ശാസ്ത്രിയുടെ തൊട്ടടുത്താണ് ഇരുന്നിരുന്നത്. അപ്പോൾ അബ്ദുൽ കലാമിൻ്റെ ഏറ്റവും അടുത്ത ചങ്ങാതിയായിരുന്നല്ലോ രാമനാഥ ശാസ്ത്രി. അതുകൊണ്ട് എപ്പോഴും ഒരേ ബെഞ്ചിൽ തൊട്ടടുത്ത രണ്ടുപേരും ഇരുന്നിരുന്നത്. അപ്പോൾ ഇതുവരെ നമുക്കിന്ന് എടുക്കാം. ബാക്കി ഭാഗം നമുക്ക് നോട്ട്സ് ഞാൻ എഴുതി തരുന്നുണ്ട്, എല്ലാവരും ശ്രദ്ധിച്ച് എഴുതിയെടുക്കണം. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ടെസ്റ്റ് പേപ്പർ എല്ലാം ശ്രദ്ധിച്ച് എഴുതണം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും ഈ പാഠവുമായിട്ട് കാണാം. നന്ദി, നമസ്കാരം.